ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പൊ ഇന്നലത്തെ നമ്മുടെ പ്ലാനൊക്കെ തേഞ്ഞ് അല്ലേ? ഇന്നലത്തെ അല്ല, നമ്മള് ഇന്ന് നമ്മുടെ പെരുന്നാളാണ്. അപ്പൊ നമ്മള് പെരുന്നാളിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മുഴുവൻ. അപ്പൊ നമ്മള് വെളുപ്പിനല്ല കാലത്ത് തന്നെ നമ്മള് ഓത്തർച്ചി വാങ്ങാൻ പോവാണ് ഇന്നത്തേക്ക്. ഇന്നപ്പോ ഓത്തർച്ചി വാങ്ങിയിട്ട് പിന്നെ വേറെ കുറെ പരിപാടികളുണ്ട്, അത് കാണിച്ചു തരാം. കാണിച്ചു തരാം. വാഴപ്പിണ്ടി അമ്പരുന്നാളിന്റെ മെയിൻ സാധനമാണ് വാഴപ്പിണ്ടി. അപ്പൊ വാഴപ്പിണ്ടി നമുക്ക് കുത്തി നിർത്തണം. അതീ കൊറേ ആലക്കുലത്ത് സാധനങ്ങൾ കുത്തണം. അപ്പൊ ഇവിടെ കുറെ വീടുകളിൽ കാണും അത്. അപ്പൊ അതേപോലെ നമ്മുടെ വീട്ടിലും കുത്തണം എന്നാണ് അമ്മച്ചി പറയണേ. മക്കളുണ്ടായിട്ട് അതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അമ്മച്ചിയുടെ വാദം. അപ്പൊ അത് ശരിയാക്കി കൊടുക്കണം. നമുക്ക് അതൊക്കെ ശരിയാക്കണം. നമുക്ക് എണ്ണീച്ച് പോണതൊക്കെ കണ്ടോ, കുമ്പിടൊക്കെ കെട്ടി പുറകിൽ ഒരാളുണ്ട് പെരുന്നാൾ ആഘോഷിക്കാൻ വന്നേ. അപ്പം കാണാം. ഹാപ്പി പെരുന്നാൾ. അതന്നെ, ഹാപ്പി പെരുന്നാൾ. എടപ്പോ നാളെ ഇറച്ചി വാങ്ങിച്ചിട്ട് വരാം. പോത്ത് ഫ്രണ്ട്സ്, അവർ ഇറച്ചി മേടിക്കാൻ പോവാ. ഞാൻ പൊടിയില്ല, ഞാൻ ഉറക്കത്തിൽ നിന്നുള്ള കോലായിട്ട് പൊടിയില്ല. അവര് ആ കാണുന്ന കടയില്. നമ്മളെന്താ ചെയ്യാൻ പോണേ മാളു? നമ്മളോ പിണ്ടി കണ്ടിക്കാൻ പോകും. നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതും കൊണ്ട് ഞാൻ വാഴപ്പിണ്ടി കുത്തി നമ്മള് അരങ്ങ് തൂക്കാൻ പോണ. അരങ്ങ് കഥകളിക്കുള്ള അരങ്ങുണ്ടാക്കാൻ അരങ്ങല്ല, നമ്മള് മറ്റേ വിളിക്കണേ. അങ്ങനെ ഇറച്ചിയെല്ലാം വാങ്ങി വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു വാഴപ്പിണ്ടി വെട്ടണം, വാഴപ്പിണ്ടിമേ മറ്റേ പൂക്കളൊക്കെ കുത്തണം. അപ്പോൾ പിണ്ടി വെട്ടാൻ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മേമയുടെ വീട്ടിൽ പോയി പിണ്ടി, ഒരു ചെറിയ വാഴപ്പിണ്ടിയൊക്കെ വെട്ടി. ബാഹുബലി നമുക്കിപ്പോൾ ഈ സമയത്ത് നമുക്ക് മറ്റേ പാട്ടിടാം. അങ്ങനെ പിണ്ടിയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് ഞാനും മറിയക്കുഞ്ഞും ആളും അമ്മച്ചിയും അച്ഛനും എല്ലാവരും കൂടി പിണ്ടിയൊക്കെ കുഴിച്ചിട്ട് പൂക്കളൊക്കെ കുത്തി സെറ്റാക്കി ഭംഗിയാക്കി. അച്ഛനും മോളും കൂടെ അങ്ങനെ ഒരുവിധം അലങ്കോലപ്പണികൾ കഴിഞ്ഞിരിക്കുന്നു. പൊന്നേ പൊന്നേ മോളെ പൊന്നോ പൊന്നേ അണ്ടുപടി ചിച്ചണനി. ജയ്സല ഭക്ഷണത്തിനുള്ള സംഗതികൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ബീഫ് വരട്ടിയത്, തേങ്ങാക്കൊത്തൊക്കെ ഉണ്ട്, തേങ്ങാക്കൊത്തൊക്കെ ഇട്ട ബീഫ്. പിന്നെ എന്നിട്ട് പോർക്ക്, നല്ല കിടിലൻ പോർക്ക്. പിന്നെന്തിട്ടാ പിന്നൊന്നുമില്ല. പിന്നെ ഇന്നലെ വൈകുന്നേരം വെച്ച മീൻകറിയുടെ കുറച്ചുണ്ട്, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിതെല്ലാം കൂട്ടി ഉച്ചഭക്ഷണം കഴിക്കാൻ പോവാണ്. പിന്നെ വട്ടയപ്പമുണ്ട്, മറന്നുപോയി. വട്ടയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ണിയപ്പമുണ്ട്, അതൊന്നും തിന്നില്ല, ഉണ്ണിയപ്പം തിന്നാം. ബീഫും അപ്പം തിന്നണോ? അതെ, ബീഫ് അപ്പം ഒന്നും തിന്നണ്ട, ചോറും ബീഫും തിന്നാൽ മതി. കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ചോറുണ്ട്, പിന്നെ ബീഫ് ഇതൊക്കെ നേരത്തെ കാണിച്ച പോർക്ക്, മീൻകറി പ്ലേറ്റിലിടണം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അമ്മച്ചിയുടെ കൂട്ടുകാരി അമ്മച്ചിക്ക് സ്പെഷ്യലായിട്ട് അത് കാപ്പിപ്പൊടിയുടെ കുപ്പിയിൽ മറ്റേ മാങ്ങ അച്ചാർ കൊടുത്തു വിട്ടുണ്ട്. അപ്പം അത് വേണമെന്ന് കാണിക്കണമെന്ന് അമ്മച്ചി പറഞ്ഞു. അപ്പം മാങ്ങച്ചാറ്. പിന്നെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് കൊഴുവ അച്ചാറ്. ബീഫ് കുറച്ച് കൂടുതൽ കിട്ടുമോ? ഞാനൊരു 3-4 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം കൊണ്ട്. എനിക്കതൊരു കൂട്ടണം. പോക്കർ ബീഫ് എടുത്തമ്മ, നല്ല ടേസ്റ്റുള്ള ബീഫാ. തൊട്ട് നോക്കിയ കുഞ്ഞാക്ക,
വെറുതെ ചോറ് പച്ചച്ചോറ് തിന്നല എൻ്റെ മുന്നാറ്റ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്പ് കൊണ്ടുവന്നു അമ്മച്ചി. അമ്പ് തിരിച്ചെടുക്കാനായിട്ട് വന്നു. ചെണ്ടമേളവും വൈകിട്ട് വന്നു. അപ്പോൾ ചെണ്ടമേളം കണ്ടപ്പോൾ മറിയക്കുഞ്ഞ് കുറച്ച് നേരം ചെണ്ടകൊട്ടൊക്കെ കേട്ട് തുള്ളി. നമ്മുടെ വീട്ടിലെ പരിപാടി കഴിഞ്ഞ് അമ്പ് വന്നു. അമ്മച്ചിയോടെ അമ്പ് വന്ന് അമ്പ അവർ എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് നമ്മളിപ്പോൾ നമ്മളെ തറവാട്ടിൽ അമ്മൂമ്മേനെയും അപ്പൂപ്പനെയും ഒക്കെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് അമ്മൂമ്മേനെയും അപ്പൂപ്പനെയും അച്ചാച്ചനെയൊക്കെ കാണാം. വല്യമ്മേമ്മയും കാണും അവിടെ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അമ്മയുണ്ടായി, അപ്പനുണ്ടായി, അച്ചാച്ചൻ, വല്യമ്മേമ്മ, കുഞ്ഞിമേമ്മ, പേപ്പൻ, ദയ, പൊന്നൂസ് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം അപ്പൻ്റെ കഥകളൊക്കെ കേട്ട് ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ തറവാട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിലേക്ക് പോയി. ഓരോ യൂണിറ്റിൽ നിന്ന് വരുന്ന അമ്പ് പ്രദക്ഷിണമുണ്ട്, അത് കാണാൻ വേണ്ടി പോയി. കുറച്ചു നേരം ഞങ്ങൾ കണ്ടു. പിന്നെ ഭയങ്കര ശബ്ദമായതുകൊണ്ടും കൊച്ചിന് ശബ്ദം പറ്റാത്തതുകൊണ്ടും ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി. പള്ളിയിൽ വേറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, വെടിക്കെട്ട്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനൊന്നും നിന്നില്ല. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ ഞങ്ങളുടെ പെരുന്നാളിൻ്റെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ ഞാൻ ഇൻട്രോ പറയണ കണ്ടില്ലേ? ഇന്ന് ഞങ്ങളുടെ പെരുന്നാളിൻ്റെ രണ്ടാം ദിവസം, ഞങ്ങളുടെ രണ്ടാം ദിവസം, പെരുന്നാളിൻ്റെ മൂന്നാം ദിവസം. അപ്പോൾ ഞങ്ങളുടെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡാണ്. കാലത്ത് തന്നെ മതി 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 എന്താ മാളു മതി. ബീഫ് മതി 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 മതി. പിന്നെ ബീഫ് സ്റ്റൂ, പീസിട്. ഉരുളക്കിഴങ്ങൊന്നും വേണ്ട. അങ്ങനെ ഞങ്ങളുടെ പെരുന്നാളിൻ്റെ രണ്ടാം ദിവസം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ ചെന്ന് അമ്മച്ചിക്കൊക്കെ ചെറിയ നേർച്ച പരിപാടികളൊക്കെ ഉണ്ട്. അവർ നേർച്ചയൊക്കെ ഇട്ടു. ഞാനതൊക്കെ കണ്ടു നിന്നു. നമുക്ക് പിന്നെ അതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കണ്ടു നിന്നു. ഞങ്ങൾ പിന്നെ സെമിത്തേരിയിലേക്ക് പോയി. അപ്പച്ചനടയ്ക്കുള്ള സെമിത്തേരി പോയി ഒരു പൂവൊക്കെ വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു. പള്ളി വന്ന് നേർച്ചയൊക്കെ ഇട്ടിട്ട് സെമിത്തേരി പോയി അപ്പച്ചനെ അപ്പൂപ്പനെയും നാട്ടുകാരെയൊക്കെ കണ്ട് ആൽമാക്കളോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവാം. ഇനി ഞങ്ങൾ പോണത് തറവാട്ടിൽ അച്ചാച്ചൻ്റെ വീട്ടിലേക്ക് പോവുക. അവിടെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഭക്ഷണം അപ്പം താറാവ്, മാങ്ങാക്കറി, പോർക്ക് ചില്ലി, ചിക്കൻ 55, പയറും കായി, ബീഫ്, ചോറ്, മീൻ വറ്റിച്ചത്. നമ്മള് ഇപ്പൊ എത്ര ഐറ്റമാണ് നമ്മള് ഇന്നത്തെ ഉച്ചഭക്ഷണം. ഇത് കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ചു പോകും. നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞ് നമ്മൾ പോകും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ വിശേഷ ദിവസങ്ങളിൽ ഞങ്ങളെല്ലാവരും അവിടെയാണ് ഭക്ഷണമൊക്കെ കഴിക്കാറ്, അവിടെയാണ് എല്ലാം അറേഞ്ച് ചെയ്യാറ്. അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾ ചെന്ന് എല്ലാവരും കിയാമോളെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കറികളെല്ലാം പ്ലേറ്റിൽ സ്ഥലമില്ല. മാളു എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കിയിട്ട് നല്ല ഫുഡ് എങ്ങനെയുണ്ട്? നല്ല ഫുഡാണ്. പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മൾ യാത്ര പറഞ്ഞിറങ്ങും അല്ലേ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം
വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഒന്ന് എല്ലാവരും റെസ്റ്റൊക്കെ എടുത്ത് പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നേരെ തിരിച്ചു. ഈ വർഷത്തെ പെരുന്നാൾ യാത്രയും എല്ലാം കണ്ട ഉമ്മ കൊടുക്കണ പക്രൂന് ഉണ്ട്. അവളെ ഞാൻ എടുക്കാമേ പോട്ടെ.